السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى. صدق الله مولانا العظيم وصدق بلى رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളായ ഉസ്താദുമാരെ, സയ്യിദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ പരിപാടികൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടെ ഏതാനും ദിവസങ്ങളായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ബുശ്റാക്കുമുൽ യൗം എന്ന വൈജ്ഞാനിക പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ന് ഈയുള്ളവനെയാണ് ഒരല്പസമയം വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരല്പസമയം മാത്രം അധികം ദീർഘിപ്പിക്കാതെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ദഅവത്തുകളും എല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി, ഹസനാത്തുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ സംവിധാനത്തിന് വേണ്ടി പല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നും ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പല സഹോദരങ്ങളും പല സന്ദർഭങ്ങളിലുമായിട്ട് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖൈറായ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെയായിട്ട് കഷ്ടപ്പെടുന്ന പല സഹോദരങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് ആഫിയത്തും ആരോഗ്യവും സന്തോഷവും റാഹത്തും ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്യട്ടെ. സർവോപരി വഫാത്താകുന്ന, നമ്മളൊക്കെ മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ ചാരത്തിലായി അല്ലാഹു നമ്മേവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്നും ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഉസ്താദുമാര്, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ദീനിനെ ഖിദ്മത്ത് ചെയ്യുവാനുള്ള ഹിമ്മത്തും ഖൽബിന്റെ ഹിമ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റി പ്രദാനം ചെയ്തു കൊടുക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്നിവിടെ സംസാരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിഷയം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി. ഭൗതികം അഭൗതികം, ഭൗതികം അഭൗതികം, വഹാബികളുടെ ദുർഭൂതം എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അവതരണമാണ്. അത് വളരെയധികം ബൃഹത്തായിക്കൊണ്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണെങ്കിലും വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ലാസിന്റെ ടൈമിൽ ഓടി എത്തിയതായതുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളുടെ ചില കുറവുകൾ കാരണത്താൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് പരമാവധി വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നേരത്തെ നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞ ആ ഒരു വിഷയം ഇവിടെ പറയുകയുണ്ടായി. അഥവാ ഖാദി എന്ന് പറഞ്ഞാൽ എന്താണ്, ഖാദിയുടെ നിയമനം എങ്ങനെയാവണം, ആരെയാണ് ഖാദിയാക്കേണ്ടത്, ഖാദിയെ നിയമിക്കുവാനുള്ള നിയമനാധികാരം, വിലായത്തു തൗലിയ നിയമിക്കുവാനുള്ള അധികാരം ആർക്കാണുള്ളത്,
ഇന്നത്തെ കാലത്ത് ഖാദിമാരെ നിയമിക്കുവാൻ നാട്ടുകാരായ ആളുകൾക്ക് അധികാരമുണ്ടോ അതോ അനുവാദം മാത്രമാണോ? അതോ വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു അനുവാദം എന്നതിലുപരിയായിട്ട് അതിനെ സംബന്ധിച്ച് അധികാരം എന്ന് പറയാൻ പറ്റുമോ പറ്റൂലേ? ദറൂറത്തിന് വേണ്ടി, അനിവാര്യതയ്ക്കു വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന ഒരു അനുവദനീയമായ ഒരു കാര്യം എന്നാണോ പറയേണ്ടത്, അതോ ദറൂറത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട അധികാരം എന്നാണോ പറയേണ്ടത്? ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു നാട്ടിൽ എത്ര ഖാദിമാരെ ഉണ്ടാക്കാം? ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു മഹല്ല്, ആ മഹല്ലിന്റെ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്ന മുസ്ലിം ജനവിഭാഗം, ആ വിഭാഗത്തിന്, ആ മുസ്ലിങ്ങൾക്ക് അവരുടെ മതകീയമായ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനും തീർപ്പ് കൽപ്പിക്കുവാനും അധികാരപ്പെടുത്തപ്പെട്ട ഖാദിമാരുടെ എണ്ണം എത്രയാണ്? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലേ? എന്താണ് ഇതിലുള്ളത്? അതെ, ഭൗതികം അഭൗതികം തകർന്നു വീണ വഹാബി തുരുപ്പിച്ചിട്ട്, അതെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ബോധപൂർവമായിട്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബോധപൂർവമാണ്. കാരണം ഞാനും നമ്മുടെ സുന്നീസം അഥവാ നൗഷാദ് സാഹിബ് ഞങ്ങൾ ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ 21-ാം തീയതി അഥവാ വരുന്ന തിങ്കളാഴ്ച കോഴിക്കോട് മുതലക്കുളം മൈതാനി അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മഹാസമ്മേളനം അഥവാ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ വിഘടിതർ ഒളിച്ചോടിയത് എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം, അതോടൊപ്പം തന്നെ ആ വിഷയവുമായിട്ട് ചില ആളുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികതകൾ അവിടുത്തെ വഫാത്തോടുകൂടി അസ്തമിച്ചുപോയി പോലുള്ള കാര്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികതകളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഷിഫാ എന്ന കിതാബ് ഷിഫാ, ലോകപ്രസിദ്ധമായ പ്രവാചക പ്രകീർത്തനത്തിന്റെ, പ്രവാചക ചരിത്രത്തിന്റെ, പ്രവാചക സവിശേഷതകളുടെ സമാഹാര ഗ്രന്ഥമായ ആ കിതാബ് ഷിഫാ, ആ ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമാനുഷികമായ മുഅ്ജിസത്താണ് അവിടുത്തെ മആരിഫുകൾ എന്ന് വെച്ചാൽ അവിടുത്തെ അറിവുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയല്ല. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ പരാമർശമുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം, ഞാൻ അറിയുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേ പ്രയോഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു, അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഈ അള്ളാഹുവിന്റെ അറിവും പ്രവാചകന്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രവാചകൻ എന്നല്ല, ഇനി ഏതൊരു സൃഷ്ടിയുടെയും അറിവ്, പടച്ചോന്റെ അറിവും പടപ്പുകളുടെ അറിവും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് മറ്റൊന്നിൽ നിന്ന് സമ്പാദിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ്. മറ്റൊന്നിൽ നിന്ന് ആർജിക്കപ്പെട്ടതല്ല, മറ്റൊന്നിൽ നിന്ന് ഹസൂലിയായ ഇൽമല്ല അള്ളാഹുവിന്റേത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബിയുടെ അറിവ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന, അള്ളാഹു കൊടുക്കുന്ന, അള്ളാഹു നൽകുന്ന അറിവാണ്. ഇതാണ് വ്യത്യാസം. അതല്ലാതെ ഇവിടെ മുജാഹിദുകൾ, വഹാബികൾ പറയുന്നത് പോലെ ഒന്ന് ഭൗതികം മറ്റേത് അഭൗതികം, അഭൗതികം അള്ളാഹുവിന്റേത്, ഭൗതികം പ്രവാചകന്റേത്, ഈ ഒരു വ്യത്യാസം, ഇങ്ങനെ ഒരു വേർപ്പെടുത്തൽ ഇസ്ലാമിക പ്രമാണങ്ങളിലോ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലോ മുൻഗാമികളുടെ അധ്യാപനങ്ങളിലോ ഒരിടത്തുപോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു രേഖയിൽ ഇതുമാതിരി രൂപത്തിലുള്ള ഒരു വേർതിരിവിനെ വിശദീകരിക്കുന്ന ഒരു രേഖ കൊണ്ട് ഇത് തെളിയിക്കാൻ അന്നും ഇന്നും എന്നും ഖിയാമത്ത് നാൾ വരേക്കും ഇവിടത്തെ ഒരു വഹാബി കുട്ടിക്കും
ഒരു വഹാബി കുട്ടിക്കും സാധ്യമല്ലാത്ത വിധം വളരെ വ്യക്തമാണ് അക്കാര്യം. അപ്പൊ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിനെ സംബന്ധിച്ച് മഹാനായിരിക്കുന്ന ഇമാം ബൂസൂരി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, നബിയെ അങ്ങയുടെ ഇൽമിൽ പെട്ടതാണ് ലൗഹിലെ വിജ്ഞാനം, ഖലമിലെ വിജ്ഞാനം നബിയെ അങ്ങയുടെ ഇൽമിൽ പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു തന്റെ ബുർദയുടെ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിരുന്ന ആശയമാണിത്. അപ്പൊ ഇത്രയും ബൃഹത്തായ വിജ്ഞാനം, ആ വിജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലളിതമായൊരു ചോദ്യം, വളരെ ലളിതമായ ഒരു ചോദ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ മാസം 12 അന്ന് ഇഹലോകവാസം വെടിഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങി, എന്ന് വെച്ചാൽ വഫാത്തായി. ഒരു ലളിതമായൊരു ചോദ്യം, അതോടുകൂടി ഇതൊക്കെ മുറിഞ്ഞോ? ഇപ്പൊ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല എന്നാണോ? എന്റെ ചെറിയൊരു ചോദ്യം, വളരെ ചെറിയൊരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികതകൾ അസ്തമിച്ചു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ലളിതമായൊരു ചോദ്യം. അതാര് തന്നെ പറഞ്ഞാലും വേണ്ടില്ല, അത് പറയുന്നവൻ മുജാഹിദാണെങ്കിലും വേണ്ടില്ല, ജമാഅത്തുകാരനാണെങ്കിലും വേണ്ടില്ല, തബ്ലീഗുകാരനാണെങ്കിലും വേണ്ടില്ല, വഹാബി ആണെങ്കിലും വേണ്ടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊന്മളക്കാരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. അവരോടൊക്കെ പറയാനുള്ളത്, ഇത് ഇപ്പൊ നബിക്ക് ആ പറഞ്ഞ അറിവില്ലേ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്ന അറിവില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മാ മിൻ അഹദിൻ മിൻകും യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദു അലൈഹി സലാം. അല്ലേ? എന്താണ് ഇതിന്? കട്ട സുന്നിയാണെങ്കിലും ഏത് സുന്നിയാണെങ്കിലും എന്തു പേരിലറിയപ്പെട്ടാലോ അവിടെ പേരല്ല, പേര് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന ആശയത്തെ നിലനിർത്തുന്നവനാണ് യഥാർത്ഥം. അവനാണ് ഹക്കിന്റെ അഹലുകാരൻ. പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള പേരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ വഹാബികളും ഉപയോഗിക്കുന്നുണ്ട്, അപൂർവമാണെങ്കിലും. വഹാബികൾ അവരുടെ പിന്നെ സംഘടനയായ അവരുടെ ജമിയത്തുൽ ഉലമായുടെ പേരിന്റെ ബ്രാക്കറ്റിൽ ഇൻ ബ്രാക്കറ്റിൽ എന്തവർ കൊടുത്തു? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ പേരിനെ ദുരുപയോഗം ചെയ്തതുകൊണ്ട് മാത്രം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുകാരനായിക്കൊള്ളുന്നില്ല. ഇവിടെ വളരെ ലളിതമായ ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയും. അങ്ങനത്തെ റസൂൽ എന്ന് പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഹത്താ അറുദ്ദു അലൈഹി സലാം, റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദു അലൈഹി സലാം. നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ വെച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിയാലും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലുകയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ള കേട്ടിട്ടുണ്ടോ? എന്താ ഒന്നും മറുപടി അറിയാത്തത്? ഉണ്ട് എന്നല്ല ഞങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്കൊന്നും അറിയണല്ലോ. ആരൊന്നും പേശ് ചെയ്യണില്ലല്ലോ. ഉണ്ട് എന്നാ ഇല്ല എന്നുള്ള യെസ് ഉണ്ട്. ഇതെവിടുന്ന് കിട്ടി? വഫാത്തോടുകൂടി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെവിടുന്ന് കേൾക്കാൻ സാധിക്കും? ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. കൊച്ചു കേരളം എന്താണ്? ഈ കൊച്ചു കേരളത്തിൽ രാവിലെ 9 മണി സമയത്ത്, ഒരു 9 മണിയുടെയും 9:30-യുടെയും ഇടയിൽ ലക്ഷക്കണക്കായ കുട്ടികൾ ഒരേ സമയം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇത് ലക്ഷക്കണക്കായ കുട്ടികളിൽ നിന്ന് ഒരേ സമയം, ഒരു കമ്പ്യൂട്ടറിന് പോലും ചിലപ്പോൾ അത് വേർതിരിക്കാൻ കഴിയാത്ത അത്രയ്ക്കും അധികം ആധിക്യമുള്ള സലാമുകളെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സലാത്തുകൾക്കും സലാമുകൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഫാത്തോടുകൂടി നിലച്ചിട്ടുണ്ടെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികതകൾ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നടക്കും? വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അല്ലേ? വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അത്രയും വിജ്ഞാനത്തിന്റെ ആഴക്കടലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായിട്ടാണ് ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബ് ഷിഫാഇൽ ഇതിനെ പരിചയപ്പെടുത്തിയത്. ഞാനതിന്റെ ഇബാറത്തുകൾ വായിക്കുന്നില്ല. പക്ഷെ ഒരു ലളിതമായ ചോദ്യം, വഫാത്തോടുകൂടി ഇപ്പൊ ഒന്നുമില്ല എന്നാണോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിജ്ഞാനം ഇല്ല എന്നാണോ? അറിവില്ല എന്നാണോ? മുഅ്ജിസത്ത് അവിടെ നിലച്ചു എന്നാണോ? മഹാന്മാരായിരിക്കുന്ന ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വദ്ദിആഉൻഖിറാദിൽ മുഅ്ജിസത്തി ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? വദ്ദിആഉൻഖിറാദിൽ മുഅ്ജിസത്തി ബഅദ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിലുൻ ലാ അസ്ല ലഹു. മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം നബിയുടെ മുഅ്ജിസത്തുകൾ അസ്തമിച്ചു, നിലച്ചുപോയി എന്നുള്ള വാദം വദ്ദിആഉൻഖിറാദി മുഅ്ജിസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ വഫാത്തിഹി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത മറ്റു മുഅ്ജിസത്തുകളെ അഖിലവും നിലച്ചുപോയി, ഇനിയൊരു മുഅ്ജിസത്തും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന വാദം ബാത്തിലുൻ, അത് പിഴച്ച വാദമാണ്. ലാ അസ്ല ലഹു, അതിന് ഒരു തെളിവുമില്ല എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ 21-ാം തീയതിയിലുള്ള കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ഇസ്ലാമത, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആദർശ വിഭാഗമായ ഇസ്തിഖാമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ കൃത്യമായി വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തി തിരിച്ചു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ പറയാം. ഇവിടെ നമ്മുടെ നാട്ടിൽ വഹാബികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിട്ട് ഏതാനും പതിറ്റാണ്ടുകളായി. അവര് എന്താ ആ വഹാബികളോട് വന്ന സന്ദർഭത്തിൽ കേരളത്തിലുള്ള ഉലമാക്കൾ, ഇല്ലേ, കേരളത്തിലുള്ള ഉലമാക്കൾ, ആ ഉലമാക്കൾ വളരെ കൃത്യമായിട്ട് തന്നെ അവരെക്കുറിച്ചൊരു തീരുമാനമെടുത്തു. ഈ വിഭാഗം വഴി പിഴച്ച ദാല്ലായ മുദില്ലായ സ്വയം പിഴച്ചവരും ജനങ്ങളെ പിഴപ്പിക്കുവാൻ വേണ്ടി ഒരുപെട്ടവരുമായ ആളുകളാണ് എന്ന് കൃത്യമായിട്ട് തന്നെ തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിന്റെ കാരണങ്ങൾ ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ, ഏതെങ്കിലും സഹാബിമാർ നബിമാരുടെ മരണശേഷം ഏതെങ്കിലും നബിമാരെ വിളിച്ച് സഹായം തേടിയതായി വല്ല തെളിവും ഉണ്ടോ, അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ ഈ ചോദ്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വഹാബികൾ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണ് ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കളി. ഭൗതികം അഭൗതികം, ഈ കളി എന്ന് പറയുന്നത് ഈ തുരുപ്പ് ഷീറ്റ് അല്ലെങ്കിൽ വഹാബികളുടെ ഈ ദുർഭൂതം, ഭൗതികം അഭൗതികം എന്ന് പറയുന്നത് വഹാബികൾ പുറത്തെടുത്ത ദുർഭൂതമാണ്. ദുർഭൂതം, അല്ലേ? ആ ദുർഭൂതം ഇവിടെ ഇസ്ലാം ദീനിനെ നശിപ്പിക്കുവാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കുവാനും മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുവാനും വേണ്ടി ഇവര് പുറത്തെടുത്ത ഒരു ദുർഭൂതമാണ്. ഇപ്പോ ജിന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വാഗ്വാദങ്ങളുമാണല്ലോ ഇപ്പൊ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സാക്ഷാൽ ജിന്നാണ്. എന്ന് വെച്ചാല് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മിനൽ ജിന്നത്തി വന്നാസ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ വഹാബികളും മുജാഹിദുകളും തമ്മിൽ ശിർക്കും കുഫറും അല്ലെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആശയപരമായ ഒരു ഭൂതമാണ് ഏത് ഈ ഭൗതികം അഭൗതികം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ആദർശ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമാണ്. SS ചെങ്ങലീരി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന്റെ 36-ാമത്തെ പേജിൽ പറയുന്ന ഒരു സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇതിൽ പറയുന്നു, സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി
അല്ലെങ്കിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി, അതല്ലെങ്കിൽ അഭൗതികമായി ഗുണം ലഭിക്കാനും ദോഷം തടുക്കാനുമുള്ള തേട്ടം ആണ് പ്രാർത്ഥന. ഒരുപക്ഷെ അതിന് ശബ്ദമോ വാക്കുകളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മേൽ ഉദ്ദേശ്യത്തോടെ കാണിക്കുന്ന ആഗ്രഹവും പ്രതീക്ഷയും പോലും പ്രാർത്ഥനയുടെ പരിധിയിലാണ് ഉൾപ്പെടുക. അപ്പൊ എന്താ പറഞ്ഞത്? അഭൗതികമായ രൂപത്തിലൂടെയുള്ള കാര്യങ്ങളാണ് പ്രാർത്ഥന. അതേസമയത്ത് അഭൗതികമായിട്ട് ഒരു വസ്തുവിനോട് നടത്തുന്ന ആഗ്രഹം, ഒരു വസ്തുവിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ, ഇങ്ങനെയുള്ള അഭൗതിക മാർഗത്തിലൂടെയുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹുമായിട്ടുള്ള ആ അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടവും പ്രതീക്ഷയും പ്രത്യാശയും കാര്യങ്ങളുമെല്ലാം പടച്ച തമ്പുരാനു മാത്രം സമർപ്പിക്കുന്നതിനെ പറ്റിയാണ് തൗഹീദ് എന്ന് പറയുക. ഇസ്ലാമിലുള്ള തൗഹീദ്, ഏകദൈവ വിശ്വാസം. ഈ ഒരു വിശദീകരണം ഇത് തെറ്റാണ്. ഈ വിശദീകരണം വഹാബികൾ ഈ പറയുന്ന ഈ ആശയപരമായ കടുത്ത തെറ്റ് ഇന്നും അവർ തിരുത്തിയിട്ടില്ല. നമ്മൾ നൂറുകണക്കിനെന്നല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തവണയായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, സഹോദരങ്ങളെ, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു തൗഹീദ്, ഇത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു ഇമാമോ ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ആയത്തോ ഏതെങ്കിലും ഒരു ഹദീസിന്റെ കഷ്ണമോ, ഹദീസിന്റെ കഷ്ണം എന്ന് പറയുമ്പോൾ നമുക്കവിടെ നിബന്ധനകളില്ല, നാം അവിടെ ഉപാധികൾ നൽകുന്നില്ല. അത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാവണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മുസ്ലിമിൽ തന്നെയുള്ളതാവണമെന്ന് നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഹീഹായ ഹദീസാവണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ദഈഫായ ഹദീസുണ്ടോ? പോട്ടെ, വ്യാജനിർമ്മിതങ്ങളായ മൗദു എന്ന ഗണത്തിൽ പണ്ഡിതന്മാരുൾപ്പെടുത്തിയിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖയിലെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ ഈ ദുർഭൂതം? നിങ്ങൾ ഈ അഴിച്ചുവിട്ട ഈ കുടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തുവിട്ട ഈ ദുർഭൂതം, ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വിഭജനാടിസ്ഥാനത്തിലുള്ള തൗഹീദ് ശിർക്ക് ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഇവർ പറയുന്നത് എന്താണ്? ഇവരുടെ പല പുസ്തകങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ പുസ്തകങ്ങളിലൊക്കെ ഞാനിപ്പോ പറഞ്ഞത് ജിന്ന് വിഭാഗത്തിന്റെ ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൽ ഇവർ തന്നെ അഭൗതികം എന്നുള്ളതിന്, ഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചവസ്തുക്കളാൽ ഉള്ളത്, അഥവാ തീയ്, മണ്ണ്, വായു, വെള്ളം, പിന്നെ അഞ്ചാമത്തേതാ ഇതിന്റെ മിശ്രിതവും, ഇവകളൊക്കെ കൂടുന്ന നമ്മളിപ്പോ ഈ നമ്മുടെ ഈ ദൃഷ്ടിലോകത്ത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ ലോകത്ത് കാണപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഭൗതികം എന്ന് പറയാറ്. അതിനപ്പുറമുള്ളത് അഭൗതികമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ നമുക്ക് പരിശോധിച്ചു നോക്കാം. മനുഷ്യൻ എന്ന് പറയുന്നത് ഭൗതികമാണോ അഭൗതികമാണോ? മനുഷ്യൻ എന്ന് പറയുന്നത് ഭൗതികമാണോ അഭൗതികമാണോ? ഞാൻ എന്റെ ശ്രോതാക്കളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അറിയുന്ന ആളുകൾ പേസ്റ്റ് ചെയ്യുക. മനുഷ്യൻ, അൽ ഇൻസാൻ, മനുഷ്യൻ, അവൻ ഭൗതികമാണോ അഭൗതികമാണോ? സുന്നീസം എന്നാണല്ലോ അടിച്ചിട്ടുള്ളത്. സുന്നീസമാണോ അല്ലേ എന്നല്ല ചോദിച്ചത്. മനുഷ്യൻ ഭൗതികമാണോ അഭൗതികമാണോ? കണ്ടോ, JMS ദുബായ് എന്ന് പറയുന്ന ആ വ്യക്തി അടിച്ചത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെയധികം കൃത്യമാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതേസമയത്ത് ഫസൽ ഫാസു എന്ന് പറയുന്ന, ജാവേദ് TM അഭൗതികം എന്നടിച്ചിട്ടുണ്ട്. വേറെ മൈനജീബ് ഭൗതികം എന്നടിച്ചിട്ടുണ്ട്. അതേസമയത്ത് ദുബായ് 12 അദ്ദേഹം അടിച്ചത് ബോഡി ഭൗതികം, ആത്മാവ ഭൗതികം. കണ്ടോ, ഇത് മുജാഹിദുകൾ പഠിക്കണം. മുജാഹിദുകളും വഹാബികളും വളരെ കൃത്യമായി പഠിക്കണം. ഒരു മുജാഹിദുകാരൻ മറ്റൊരു മുജാഹിദുകാരനോട് ഒരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചു. ഒരു മുജാഹിദിന്റെ പേര് ഫൈസൽ എന്നാണ്, മറ്റേ മുജാഹിദിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. എന്നാൽ ഫൈസൽ എന്ന മുജാഹിദുകാരൻ അബ്ദുറഹ്മാൻ എന്ന മറ്റേ മുജാഹിദിനോട് ചോദിച്ചു, അബ്ദുറഹ്മാനെ, നിങ്ങൾ എനിക്ക് എഴുതുവാൻ വേണ്ടി ഒരു പേന തരുമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ
അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ മനുഷ്യനോട് ചോദിച്ച ആ ചോദിച്ച വ്യക്തി അയാൾ ഭൗതികവും അഭൗതികവും കൂടിയ മിശ്രിതമാണ്, മിക്സറാണ്, മുറക്കബാണ്. ചോദിക്കപ്പെട്ടയാളും രണ്ടുമാണ്, ഭൗതികവുമാണ് അഭൗതികവുമാണ്. ശരീരമാണ് ഭൗതികം, അതേ സമയത്ത് അഭൗതികമായിട്ട് മനുഷ്യ ശരീരത്തെ തന്നെ അല്ലാഹു തആല പടക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ മരണശേഷം അഭൗതികം എന്ന് എഴുതിയത് തെറ്റാണ്. മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും, മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും. മരിച്ചാൽ ഒരാളെ ബോഡി ഇങ്ങനെ നമ്മൾ കട്ടിലുമ കടത്തും. അതിനെ സംബന്ധിച്ച് നമ്മൾ ഭൗതിക ശരീരം എന്ന് പറയും. ആ ഭൗതിക ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതായ, അല്ലെങ്കിൽ ആ ഭൗതിക ശരീരത്തിൽ നിന്ന് മലായിക്കത്തുകൾ എടുത്തുകൊണ്ടുപോയതായ ആത്മാവ്, ആ ആത്മാവ് അത് അഭൗതികവുമാണ്. അതെ, റൂഹ് എന്ന് പറയും. റൂഹ് അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ സകല മുജാഹിദുകൾ മനസ്സിലാക്കണം. കേരളത്തിലുള്ള സർവ്വ മുജാഹിദുകളുടെയും തുരുപ്പ് ഷീട്ടാണ് ഇവിടെ അഴിഞ്ഞഴിഞ്ഞ് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് പറയും മനുഷ്യന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് ഭൗതികമാണ്. ഭൗതികമായ സഹായത്തേട്ടം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. തആവനു അലൽ ബിർരി വൽ തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക, ഗുണപരമായ നല്ല കാര്യത്തിന്റെ മേൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെ മേലും അതുപോലെ തന്നെ തെറ്റിന്റെ മേലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന് പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞത് ഭൗതികമാണ്. അതേസമയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറഞ്ഞു. അവിടെ തമ്മിൽ സഹായിക്കാനും സഹായം ചോദിക്കാനും ഒക്കെ പറഞ്ഞു. അത് ഭൗതികമാണ്. അതേസമയത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ളത് അഭൗതികവുമാണ്. തെറ്റാണ് ഈ പറഞ്ഞത്, 100% അത് തെറ്റാണ്. ഈ ഫാത്തിഹ സൂറയിൽ പറഞ്ഞത് അഭൗതികമാണെന്നും അതേസമയത്ത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്നുള്ളതിനടുത്ത് പറഞ്ഞത് ഭൗതികവുമാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാൻ ചങ്കൂറ്റമുള്ള ആണത്തമുള്ള ഏതെങ്കിലും മുജാഹിദുകൾ നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മുടെ നാട്ടിലില്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ വഴിയായിട്ട് ആ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ തയ്യാറുള്ള ആണത്തമുള്ള ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഉണ്ടോ മുജാഹിദുകളുടെ കൂട്ടത്തില്? ഉണ്ടാവില്ല. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് ഭൗതികവും അഭൗതികവും കൂടിച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ ഭൗതികമായ സഹായത്തേട്ടം മാത്രമല്ലേയുള്ളത്, അഭൗതികമായ സഹായത്തേട്ടവും അടങ്ങിയതാണ്. അത് സഹായത്തേട്ടത്തിൽ മാത്രമല്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണം, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ചെറിയൊരു ഉദാഹരണം. ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കരയും. ഈ കരയുന്നതിന് കാരണം എന്താണ്? അത് നമ്മുടെ ഫിസിക്സില് അല്ലെങ്കിൽ നമ്മുടെ ബയോളജിയില്, ഡോക്ടർമാരുടെ മെഡിസിനിൽ അതിന്റേതായ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റേതായ ചില കാരണങ്ങൾ, സംവിധാനങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ഒരു കുട്ടി പ്രസവിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടില്ല എങ്കിൽ അത് ആ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് ഡോക്ടർമാരെടുത്തു കാണിക്കാറുണ്ട്. അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയെ പിശാച് വന്നുകൊണ്ടൊരു കുത്തുകുത്തുന്നുണ്ട്. ആ കുത്തിന്റെ ആഘാതത്താലാണ് ആ കുഞ്ഞ് കരയുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. അതതിന്റെ അഭൗതികമായ കാരണമാണ്. അപ്പൊ കുട്ടിയുടെ കരച്ചിലിനു നമ്മുടെ ഭൗതികമായ നിരീക്ഷണത്തിൽ ഒരു സബബുള്ളതോടൊപ്പം തന്നെ അതേ കുട്ടിയുടെ കരച്ചിലിന് അഭൗതികമായ അദൃശ്യമായ ദൃഷ്ടിഗോചരമല്ലാത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, സാധാരണഗതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള മറ്റൊരു കാരണവും അഭൗതികമായ ലോകത്തു നടക്കുന്നുണ്ട് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ സകല മുജാഹിദുകളോടും, ആ ചെറിയ കുട്ടി, ആ കുട്ടിയുടെ കരച്ചിലിൽ പോലും അഭൗതികതയുണ്ട്, അഭൗതികതയുടെ സ്പർശനമുണ്ട്, അഭൗതികതയുടെ സ്വാധീനമുണ്ട്.
പിന്നെ എവിടുന്ന് കൂട്ടരെ നിങ്ങൾക്ക് അഭൗതികം എന്നുള്ളത് അള്ളാഹുവിൽ പരിമിതമാണ്, ഭൗതികം എന്നുള്ളത് മനുഷ്യരിൽ പരിമിതമാണ്. ഈ രൂപത്തിലുള്ള ഒരു വിവേചനം, ഈ രൂപത്തിലുള്ള ഒരു വർഗീകരണം, ഈ രൂപത്തിലുള്ള ഒരു വ്യത്യാസപ്പെടുത്തലും വേർപ്പെടുത്തലും എവിടുന്ന് കിട്ടി ഇവർക്ക്? അതാണ് നമ്മൾ പറഞ്ഞത്, ഈ തുരുപ്പ് ഷീറ്റ് തകർന്നടിഞ്ഞു പോയ തുരുപ്പ് ഷീറ്റാണ്. ഒരു പ്രവാചകനും ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ലാത്ത, മുസ്ലിംകളുടെ ഒരു പ്രമാണവും ഇന്നേ വരെ അംഗീകരിക്കാത്ത ഈ ഒരു വാദം ഇസ്ലാമിന്റെ പേരിൽ എഴുന്നള്ളിക്കുക വഴിയാണ് ഇസ്ലാമിന്റെ ജ്ഞാനഗോപുരങ്ങളായ മഹാപണ്ഡിതന്മാർ കൃത്യമായിട്ടു തന്നെ എല്ലാവരും ഏകോപിച്ചെടുത്ത തീരുമാനം ഭൗതികം അഭൗതികം എന്ന വർഗീകരണത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ തൗഹീദും ശിർക്കും വെച്ചുകൊണ്ടുള്ള ഈ കളി ഉണ്ടല്ലോ, ഈ കളി, ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ കളി, ഈ കളി എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, അനിസ്ലാമികമാണ്, ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. അതുകൊണ്ടാണ് നമ്മൾ വഹാബികൾ പഴച്ചവരാണ്, പഴപ്പിക്കുന്നവരാണ് എന്ന് പറയാൻ കാരണം വ്യക്തമായ കാരണമുണ്ട്. ഇവർ തന്നെ അഭൗതികം എന്നുള്ളതിന് വിശദീകരിച്ചത് എങ്ങനെയാണ്? ചിലപ്പോൾ അഭൗതികം എന്ന് പറയും, ചിലപ്പോൾ പറയും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറയും, ചിലപ്പോൾ പറയും മനുഷ്യ കഴിവിനപ്പുറം എന്ന് പറയും, ചിലപ്പോൾ പറയും സൃഷ്ടി കഴിവിനപ്പുറം എന്ന് പറയും. ഇങ്ങനെ മാറ്റി മാറ്റി മലയാളത്തിൽ തടഞ്ഞുണ്ടാക്കിയ കുറെ പദങ്ങളുടെ കസർത്തുകൾ എന്നതല്ലാതെ പ്രമാണത്തിന്റെ പിൻബലം ഈ പറഞ്ഞ വാക്കുകൾക്കെവിടെങ്കിലും ഉണ്ടോ? ഇവരെ തന്നെ ഒരു സ്ഥലത്ത് അതിനെ വിശദീകരിച്ചത്, ഈ പുസ്തകത്തിൽ തന്നെ ഒരു സ്ഥലത്ത് അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ് പറയാം. ഒരാൾക്ക് രോഗം ബാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ആദർശ ഗൈഡ് എന്ന് പറയുന്ന SS ചങ്ങരീതിയുടെ ഈ പുസ്തകത്തില് ഇതിന്റെ 43-ാമത്തെ പേജിൽ പറയാം, ഒരാൾക്ക് രോഗം ബാധിച്ചു, അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുക്കൽ പോയി പറഞ്ഞു, എനിക്ക് രോഗമാണ്, എന്നെ സഹായിക്കണം. ഇത് അനുവദനീയമായ ഇസ്തിഗാസയാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ആ രോഗിയുടെ ഉദ്ദേശ്യം തന്റെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടർ അദ്ദേഹം പഠിച്ച അറിവ് വെച്ച് തന്നെ ചികിത്സിക്കുമെന്നും ആവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള സഹായം മനുഷ്യന് ലഭിച്ച കഴിവിൽപ്പെട്ടതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതുമാണ്. അതിനാൽ ആ ചോദ്യം അനുവദനീയമാണ് എന്ന് പറയാം. എന്നാൽ ഇതേ രോഗി തന്നെ അള്ളാഹുവെ എന്നെ സഹായിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണമേ എന്ന് ഇസ്തിഗാസ നടത്തിയാൽ അതും അനുവദനീയമാണ്. ഇവിടെ അള്ളാഹുവിന്റെ സഹായവും രോഗശമനവും ഏതു രൂപത്തിലാണെന്ന് നമുക്ക് അജ്ഞാതമാണ്. ഡോക്ടർ ചെയ്തതുപോലെ അള്ളാഹു നേർക്കുനേരെ വന്ന് പരിശോധിച്ച് മരുന്ന് നൽകുമെന്നല്ല ഉദ്ദേശ്യം. മറിച്ച് മനുഷ്യരുൾപ്പെടെ സൃഷ്ടികൾക്കാർക്കും കഴിയാത്ത തികച്ചും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ അഭൗതികമായ മാർഗത്തിൽ സഹായിക്കുമെന്നാണ്. ഇത് പറയാം, നമുക്കറിയാത്ത ഭൗതികമല്ലാത്ത മാർഗത്തിലൂടെയാണ്. അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവർ അഭൗതികം എന്ന് പറയുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവർ അഭൗതികം എന്ന് പറയുന്നത്. മലയാള വാക്കിനോട് പോലും ഇവർക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തത് എന്നാ, അങ്ങനെയാണോ ഇതിന്റെ അർത്ഥം? നമുക്കറിയാത്തതൊക്കെ അഭൗതികമാണ്. എന്നാൽ നമ്മളെ വയറിനുള്ളിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്, അതൊക്കെ അഭൗതിക. നമ്മുടെ വയറിനകത്തും തലച്ചോറിനകത്തും നടക്കുന്ന കോടാനുകോടി പ്രവർത്തനങ്ങളിൽ നമുക്ക് അജ്ഞാതമായിട്ടില്ലേ, അതൊക്കെ അഭൗതിക. ഈ നമുക്കറിയാത്ത മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭൗതികം എന്ന മലയാള വാക്കിന് ഒരു നിർവചനം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഷാപരമായ ഒരു തൈരീഫ് ലഫ്ദിയ്, ഭാഷാപരമായ വാചികമായ ഒരു നിർവചനം അറിയാൻ പോലും സാധിക്കാത്ത ഈ കൂപമണ്ഡൂപങ്ങളാണ് ഇസ്ലാമിന്റെ അത്യുന്നത മൂല്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന വിശുദ്ധമായ തൗഹീദിനെ കുറിച്ച് തേരാപാര അതും ഇതും പറഞ്ഞു നടക്കുന്നത്. വളരെ മോശമാണിത്, വൃത്തികെട്ട ഏർപ്പാടാണിത്. ഇങ്ങനെ ഇവരുടെ ഓരോ പുസ്തകവും നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, മറ്റൊരു പുസ്തകം തൗഹീദും നവയാഥാസ്ഥിതികരുടെ വ്യതിയാനവും എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം. ഈ പുസ്തകത്തിലും പ്രാർത്ഥനയ്ക്ക് നിർവചനം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 98-ാമത്തെ പേജിൽ ഇതേപോലുള്ള ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, മറഞ്ഞ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം,
അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം. ഈ തേട്ടത്തെ പറ്റിയാണ്, അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് തൗഹീദ് എന്ന് പറയുക. അതേസമയത്ത് അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നതിനെ സംബന്ധിച്ചാണ് ശിർക്ക് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഇത് ഈ പുസ്തകത്തിൽ, അങ്ങനെ ഒരുപാട് പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ധാരാളം വായിക്കാനുണ്ട്. എല്ലാം കൂടി ഇവിടെ വായിക്കൊണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവരുടെ തന്നെ ഔദ്യോഗിക വിഭാഗം മുജാഹിദുകളായ KNM അവരിപ്പോ ഏറ്റവും പുതുതായിട്ട് പ്രസിദ്ധീകരിച്ച ജിന്ന് പിശാജ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 24-ാമത്തെ പേജ്, ആ പേജിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയാണ് എന്താണ് പ്രാർത്ഥന. അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന. കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിന്റെ പേജ് 9 നിന്നാണ് ഇവരിപ്പോൾ ഇത് ഉദ്ധരിക്കുന്നത്. പുതിയ പതിപ്പ് അത് പേജ് 19-ലാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പുളിക്കൽ ആസ്ഥാനമായി, മലപ്പുറം ജില്ലയിലുള്ള പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഇവരുടെ സഭ പ്രസിദ്ധീകരിച്ച ജിന്ന് പിശാജ് റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ സകല മുജാഹിദുകൾ ഈ അഭൗതികം ഭൗതികം എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കാം. എന്നിട്ട് അവര് പറയും, എന്താ പറയുന്നത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള അല്ലെങ്കിൽ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അഭൗതികമായ നമുക്കറിയാത്ത കാരണങ്ങളിലൂടെ ഇത് അള്ളാഹുവിന്റേത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ഞാൻ പറയുന്നത് സമസ്തയുടെ നിലപാട് എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ഈ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ തൗഹീദും ശിർക്കും വിശദീകരിക്കുന്ന ഏർപ്പാട് തെറ്റാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ഒരു സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം 24 മണിക്കൂറും തയ്യാറാണ്. ഈ വിഷയത്തിൽ ആർക്കെന്ത് സംശയങ്ങൾ മാന്യമായി ചോദിച്ചാലും വ്യക്തമായ നിവാരണം നൽകുവാനുള്ള ആർജവും പ്രമാണവും നിങ്ങൾക്ക് നൽകാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തയ്യാറാണ്. അല്ലേ? ഇതിലെന്തായി പറയുന്നത്? ഭൗതികമായ സംഭവങ്ങൾക്ക് അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലയോ? മുജാഹിദ് എന്ത് പറയുന്നു? ഓക്കെ, അത് മുജാഹിദിനോട് ചോദിക്കേണ്ട ചോദ്യം. നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശദീകരണം ഇസ്ലാമിലില്ല എന്നാണ്. ഇപ്പൊ ഇവർ പറയുന്ന എന്താണ്? സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നതൊക്കെ ഭൗതികമാണ് എന്നാണ്, അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നതാണ് എന്നാണ്. അതേസമയത്ത് മറഞ്ഞ മാർഗത്തിലൂടെയുള്ളതോ അത് മനുഷ്യന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ജീവികളെ കൊണ്ടോ ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ഓതി തന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിന്റെ 43 മുതൽക്ക് 49 വരേക്കുമുള്ള ആയത്ത്. ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ. വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ. അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നവനും അല്ലാഹുവാണ് കരയിപ്പിക്കുന്നവനും. അപ്പൊ ചിരിക്കുക, ചിരിക്കുക, ഒരു മനുഷ്യൻ ചിരിക്കുക, ഒരു മനുഷ്യൻ കരയുക, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാണ്. എന്നിട്ട് പിന്നെ അല്ലാഹു പറയാണ് വഅന്നഹു ഹുവ അമാത വഅഹ്യാ. അല്ലാഹുവാണ് മരിപ്പിച്ചവൻ, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ. ഇപ്പൊ മുജാഹിദുകൾ എന്ന് പറയും, മുജാഹിദുകൾ പറയാറുണ്ട്, ഇപ്പോ ചത്ത ശവത്തിനു ജീവനിടിച്ചോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മുഹിയുദ്ദീൻമാരിലുണ്ട് അല്ലേ? കോഴിയുടെ മുള്ളോട് കൂവന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പറപ്പിച്ചു വിട്ടോവർ. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ കറാമത്തിലൂടെ മരിച്ചുപോയ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ ഇടിയിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഇത് അഭൗതികമാണ്. അഭൗതികം അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് വെച്ചാൽ അഭൗതികം എന്ന് പറഞ്ഞ ഈ സംഗതി അത് അള്ളാഹുവിന് മാത്രമാണ്. കാരണം ഹുവൽ മുഹ്യി ഹുവൽ മുമീത്ത് എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ജീവിപ്പിച്ചു അല്ലെങ്കിൽ ജീവനിട്ട് കൊടുത്തു, പൂസാതെ കൂകി പറപ്പിച്ചു വിട്ടു എന്നൊക്കെ പറയുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അള്ളാഹു ആണെന്ന് വരുത്തി തീർക്കലാണ് എന്നാണ് ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത്. കാരണം അത് അഭൗതികമാണ് എന്നാണ്.
എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ചിരിപ്പിച്ചു, കരയിപ്പിച്ചു എന്ന് പറഞ്ഞതോ? ഞാൻ പറയട്ടെ, ഒരു മുജാഹിദായ ഫൈസൽ മൗലവി, മുജാഹിദായ ഒരു അബ്ദുറഹ്മാൻ സലഫിയെ കരയിപ്പിച്ചു എന്ന് വിചാരിക്കാം. അടിച്ചിട്ടോ പിടിച്ചിട്ടോ കുത്തിയിട്ടോ നോവിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കയർത്തിട്ടോ എന്തോ കാരണത്താൽ കരയിപ്പിച്ചു, അല്ലെങ്കിൽ ചിരിപ്പിച്ചു, അല്ലെങ്കിൽ സലഫി മൗലവിയെ ഇങ്ങോട്ട് ചിരിപ്പിച്ചു. എന്നാൽ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു മാത്രമാണ് ചിരിപ്പിക്കുന്നവനും, അല്ലാഹു മാത്രമാണ് കരയിപ്പിക്കുന്നവനും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ? അപ്പൊ ഇത് ശിർക്കാണോ? അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ലോകത്ത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, എന്ന് വെച്ചാൽ ദൃശ്യലോകത്തുള്ള വിഷയങ്ങളാവട്ടെ അദൃശ്യലോകത്തുള്ള കാര്യങ്ങളാവട്ടെ, സകലതിന്റെയും യജമാനനും സകലതിന്റെയും ഉടമസ്ഥനും സകലതും യഥാർത്ഥത്തിൽ ഇവിടെ സംവിധാനിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നതോ ഒരുപക്ഷെ ഭൗതികമാവാം, അതല്ലെങ്കിൽ അഭൗതികമാവാം, ഭൗതികവും അഭൗതികവുമാവാം, അല്ലേ? ഭൗതികവുമാവാം അഭൗതികവുമാവാം. പക്ഷെ അതൊരിക്കലും തന്നെ നമ്മുടെ സ്വന്തമായതല്ല, നമ്മുടെ സ്വതന്ത്രമായതല്ല, നമുക്ക് സ്വതവേ ഉള്ളതായതല്ല. മറിച്ച് അതൊക്കെ അതതു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നതാണ്, സൃഷ്ടിച്ചു വെക്കുന്നതാണ്, പടച്ചു തരുന്നതാണ്. എന്ന് വെച്ചാൽ അതിനെ പണ്ഡിതോചിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഖൽഖ് അല്ലാഹുവിന്റേതാണ്. അതേ സമയത്ത് അതിന്റെ കസ്ബ്, അതിന്റെ നിർവഹണമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അത് സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതും അല്ലാഹുവാണ് എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞത്? വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നവൻ, അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഒരാള് വേറൊരാളെ ഇക്കിളി പരത്തിയിട്ട് ചിരിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ലെ, മൂസക്കുട്ടി ഈസക്കുട്ടിയെ ഇക്കിളി പരത്തി ചിരിപ്പിച്ചു എന്ന് പറഞ്ഞാല് അവിടെ മൂസക്കുട്ടി പടച്ചവനായോ? ആയോ? ആകുന്നില്ല. ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ്? ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചെന്ന വ്യക്തമായ അഖീദ. ഇസ്ലാമിന്റെ അഖീദ എന്താണ്? ഇസ്ലാമിന്റെ അഖീദ എന്ന് പറയുന്നത് അതൊക്കെ സംവിധാനിക്കുന്നവനും അതിനെ സജ്ജീകരിക്കുന്നവനും അല്ലാഹുവാണ് എന്നാണ്. അതതു സമയത്ത് അതിനുള്ള ബലങ്ങളും അതിന്റെ ഖുദ്റത്തുകളും അത് നൽകുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ ഒരു മാർഗം, ഒരു സബബ് മാത്രമാണ് മനുഷ്യൻ. ഇതാണ് ആ വിഷയത്തെപ്പറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരാൾ മറ്റൊരാളുടെ സഹായം ചോദിക്കുകയാണത് ജീവിച്ചിരിപ്പുള്ള ആളാവട്ടെ മരിച്ചുപോയ ആളാവട്ടെ, മരിച്ചവർ തമ്മിലാവട്ടെ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവർ തമ്മിലാവട്ടെ, അല്ലെങ്കിൽ മരിച്ചവർ ജീവിച്ചിരിപ്പുള്ളവരോടാവട്ടെ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവരോടാവട്ടെ, എന്തുമാവാം. ആകെ നാല് രൂപത്തിലാണല്ലോ നമുക്കതിനെ ഓഹരി വെക്കാൻ പറ്റുക. ജീവിച്ചിരിപ്പുള്ളവർ തമ്മിൽ, അല്ലെങ്കിൽ മരിച്ചുപോയവർ തമ്മിൽ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവർ മരിച്ചവരോട്, അല്ലെങ്കിൽ മരിച്ചവർ ജീവിച്ചിരിപ്പുള്ളവരോട്. അത് ഭൗതിക മാർഗേണയാവാം അഭൗതിക മാർഗേണയാവാം, ഏതു മാർഗത്തിലൂടെയുമാവാം. ജീവിച്ചിരിപ്പുള്ളവർ തമ്മിൽ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അതിന് ഭൗതികവുമുണ്ട് അഭൗതികവുമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത്, അതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് അഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ, അതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ നിയമം എന്താണ്? അല്ലാഹുവാണ് അതിന്റെ ഖൽഖ്, അതിന്റെ സൃഷ്ടിപ്പ് നടത്തുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ ആ അവകാശം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. പ്രസ്തുത അധികാരം അല്ലാഹുവിന്റേതു മാത്രമാണ്. അന്നിലക്കുള്ള സഹായത്തേട്ടവും അന്നിലക്കുള്ള സഹായ വിതരണവും അല്ലാഹുവിനോട് അല്ലെങ്കിൽ അല്ലാഹുവിന്റേതു മാത്രമാണ്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആ വഇയ്യാക നസ്തഈൻ എന്ന് വിശദീകരിച്ചു കൊടുത്ത് എല്ലാ തഫ്സീറുകളിലും നമുക്ക് കാണാൻ കഴിയും ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോ ഒരാള് മറ്റൊരാളോട് സഹായം ചോദിച്ചു എന്ന് വിചാരിക്കാം. ഒരു സെയ്ദ് അംറിനോട് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ സഹായം അംർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിനെ അപേക്ഷിച്ച് സ്വന്തമായിട്ടുണ്ടോ? സെയ്ദിന് ഒരു 5 പൈസ കയ്യിൽ കൊടുത്താൽ തന്നെ അത് അള്ളാഹുവിന്റേതല്ലേ?
അപ്പൊ സെയ്ദ് അംറിനോട് സഹായം ചോദിച്ചാലും ആ സഹായം അള്ളാഹുവിനോട് മാത്രമാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും അള്ളാഹുവിനു മാത്രമാണ് എന്നാണ്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് എന്ന് അല്ലാഹു തആല തന്നെ പറയുന്നു. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായപ്പോൾ അവിടുത്തെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഇൽഹാമാക്കി കൊടുത്തു. എന്താക്കി കൊടുത്തു? കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന്. എന്താ മുഹമ്മദിന്റെ അർത്ഥം? മുഹമ്മദിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് സർവരാലും സ്തുതിക്കപ്പെടുന്നവർ എന്നല്ലേ? സർവരാലും സകല സന്ദർഭങ്ങളിലും സ്തുതിക്കപ്പെടുന്നവർ ആണ് എന്നാണല്ലോ മുഹമ്മദ് എന്നതിന്റെ അർത്ഥം. ഖുർആനിൽ അല്ലാഹു പറയുന്നു എല്ലാ സ്തുതി അല്ലാഹ്ക്കാണ്. അതേ അല്ലാഹ് തന്നെ മുഹമ്മദ് നബിക്ക് പേരിടുന്നു, ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അർശിന്റെ അധിപനായ അല്ലാഹുവും സ്തുതിക്കപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ ഈ പ്രവാചകനും അത്യധികം സ്തുതിക്കപ്പെടുന്നവനാണ്. എന്താണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ 2-ാമത്തെ ആയത്തിൽ സ്തുതിയെ അള്ളാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തിയതിനോട് ഇതെതിരുണ്ടോ? ഇല്ല, എതിരില്ല. എന്തുകൊണ്ട് എതിരില്ല? നബി തങ്ങൾക്കുള്ള സ്തുതിയും നബി തങ്ങളുടെ അവകാശവും എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റേതു തന്നെയാണ്. കാരണം നബിക്ക് എന്തെങ്കിലും ഒരു സ്തുതിക്കപ്പെടാൻ പറ്റുന്ന പൂർണ്ണതയുടെ എന്തു ഗുണങ്ങൾ ഉണ്ടെങ്കിലും, അത് റിസാലത്താവട്ടെ, നുബുവത്താവട്ടെ, മുഅ്ജിസത്താവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, സൽസ്വഭാവമാവട്ടെ, എന്തോ ആവട്ടെ, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ആര് തന്നെ നബിയെ സ്തുതിച്ചാലും പുകഴ്ത്തിയാലും ഒക്കെ അത് യഥാർത്ഥത്തിൽ പുകഴ്ത്തുന്നതും യഥാർത്ഥത്തിൽ സ്തുതികീർത്തനം നടത്തുന്നതും അള്ളാഹുവിനാണ്. അല്ലാതെ അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മുഹമ്മദ് നബി ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിലില്ല. അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖ്, ഇപ്പോ ഒരാളിപ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിച്ചു. എന്റെ സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ഒരാളിപ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് സഹായം ചോദിക്കുകയാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖെ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനൊരു സാമ്പിൾ പറയാൻ ഒരു ഉദാഹരണം. ഇവിടെ ഇവൻ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോടാണ് ഇപ്പൊ സഹായം ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആളായിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. എന്തുകൊണ്ട്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്നല്ല, ജീവിച്ചിരിപ്പുള്ളവരാവട്ടെ, വഫാത്തായി പോയവരാവട്ടെ, ഔലിയാക്കളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, അവാമുന്നാസ് സാധാരണക്കാരാവട്ടെ, ഖവാസുന്നാസ് പ്രത്യേകക്കാരാവട്ടെ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, അല്ലേ? മലക്കുകളോടൊക്കെ സഹായം ചോദിക്കും. ഏതൊരു മനുഷ്യനും മലക്കുകളോട് സഹായം ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആനില്ലേ? മലക്കുകളോട് സഹായം ചോദിക്കും മനുഷ്യന്മാർ. മലക്കുകളോട്, അഭൗതിക ലോകത്തുള്ള മലക്കുകളോട് മനുഷ്യന്മാർ സഹായം ചോദിക്കും. അത് ഖുർആൻ നസ്സാക്കിയതാണ്. ഖുർആൻ വളരെ വ്യക്തമായി ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ മലക്കുകളോട് സഹായം ചോദിക്കും എന്നുള്ളത്. ഖുർആൻ കൃത്യമായിട്ട് ഖണ്ഡിതമായിട്ട് നസ്സായിട്ട് വ്യക്തമായിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യന്മാർ മലക്കുകളോട് സഹായം ചോദിക്കുമെന്ന്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും മുഫസ്സിറുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും അത് ശിർക്കിന്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലക്കുകളോട് സഹായം ചോദിക്കുന്ന മനുഷ്യർ ആ ചെയ്യുന്ന പ്രവർത്തനം അത് ശിർക്കിന്റെ ഏർപ്പാടാണ്, അത് അഭൗതിക ലോകത്തുള്ള ആളുകളോട് ചെയ്യുന്ന ആ സഹായത്തേട്ടം അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എവിടുന്ന് കിട്ടി ഈ വഹാബി ഭീകരന്മാർക്ക് ഈ ഒരു വിശദീകരണം? എവിടുന്ന് കിട്ടി എന്നാണ് എന്റെ ഈ ചോദ്യം. എന്റെ സംസാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരേക്കും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത് മാത്രം. എവിടുന്ന് കിട്ടി? ഏത് കിതാബെന്ന് കിട്ടി? ഏത് പ്രവാചകൻ പഠിപ്പിച്ചു? ഏത് ഇമാമ് പഠിപ്പിച്ചു? ഏത് ഹദീസിൽ പറഞ്ഞു? ഖിയാമത്ത് നാൾ വരേക്കും ഉത്തരമില്ലാത്തൊരു ചോദ്യം. ഏതുപോലെയെന്ന് വെച്ചാല് ഒരു മാവ്, ആ മാവാണോ ആദ്യം ഉണ്ടായത് അതോ മാവിന്റെ
പിന്നെ അതിന്റെ മാങ്ങയാണോ ആദ്യം ഉണ്ടായത്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഒരു പ്ലാവാണോ ആദ്യം ഉണ്ടായത്, അതോ പ്ലാവിന്റെ ചക്കയിലുള്ള കുരുവാണോ ആദ്യം ഉണ്ടായത്? കുരുവിൽ നിന്ന് പ്ലാവ് ഉണ്ടാവുകയാണോ ചെയ്തത്, പ്ലാവിൽ നിന്ന് കുരുണ്ടാവുകയാണോ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. ഇതേപോലത്തെ ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ നിങ്ങളുടെ ഭൗതികം അഭൗതികം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദും ശിർക്കും പഠിപ്പിച്ചത് ആരാണ്? തൗഹീദും ശിർക്കും പഠിപ്പിച്ചത് ആരാണ്? അപ്പൊ ഈ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയാതെ ഇപ്പോ അവരെന്താ ചെയ്യാന്ന് വെച്ചാല് മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനെയും അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹുവിനെയും ഉദ്ധരിച്ചുകൊണ്ട് ആ മഹാന്മാര് പറയാത്ത ഒരു കാര്യം ആ മഹാന്മാരുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ സഹോദരങ്ങളെ, അവരെന്താണ് പറയുന്നത്? മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോ നാളത്തെ നമ്മളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും അതുപോലെ തന്നെ മലയാള ഇസ്ലാമിക് ക്ലാസ് റൂമും നടത്തിയ സംവാദത്തിലും അവര് ആ പൊട്ടത്തരങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ്? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രം ചോദിക്കാവുന്നതും അത് പടപ്പാളോട് ചോദിച്ചാൽ ശിർക്കുമാണെന്നും, അതേസമയത്ത് ഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം അത് അള്ളാഹുവിനോടും അത് മനുഷ്യന്മാരോട് ചോദിക്കേണ്ടതാണെന്നും ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എവിടെയാണ് ഇമാം നവവി പറയുന്നത്? ഇമാം നവവി പറയുന്നത് 40 ഹദീസ് എന്ന 40 സഹീഹായ ഹദീസുകൾ ജംഅ് ചെയ്ത തന്റെ കിതാബിന് താൻ തന്നെ മഹാനവറുകൾ തന്നെ എഴുതിയ ഒരു വ്യാഖ്യാനത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്റെ ദൃഷ്ടിയിൽപ്പെട്ട നവവി ഇമാമിന്റെ ആ ശറഹുൽ 40 എന്ന ആ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു ഇബാറത്ത് ഇല്ലേ ഇല്ല. ഞാൻ എന്റെ ശ്രോതാക്കളായ ആളുകളോട്, പ്രത്യേകിച്ച് വല്ല മുജാഹിദുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയണത്, നിങ്ങള് ഇപ്പൊ എനിക്ക് വിനീതമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ താഴ്മയോടുകൂടി ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് ചങ്ങായി അപ്പോഴത്തെ കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഖ് അൽ ഖാദിരി ചിസ്തി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് PM ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ യൂസുഫ് സുൽത്താനല്ല കേട്ടോ, അയാൾ യൂസുഫ് ഷെയ്ത്താനാണ്. ചെകുത്താന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും സമ്മേളിച്ച ഒരു മനുഷ്യനാണ്. അതെ, യൂസ്ലെസ് സുൽത്താൻ എന്ന് ഇത് തന്നെയാണ് ശരിയായ സുൽത്താനല്ലേ, അയാൾ ഷെയ്ത്താനാണ്. അയാൾ എന്താ അറിയോ, നമ്മളിപ്പോ അയാൾ ആളാണെങ്കിൽ എന്ന് വെച്ചാൽ അയാളെങ്ങനെ തൊട്ടുരുമീറ്റ് കാലും ഇഞ്ഞു കൊടുക്കുന്ന ആളാണെങ്കിൽ പേനേ മുത്തേ ഇതേക്കാരം അയാളെ പ്രതികരണം. നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ എതിർത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ വിമർശനം എന്താ അറിയോ, ഓന്റെ വല്ലിപ്പ വ്യഭിചാരം ചെയ്തിട്ടാണോ ഉണ്ടായത്? ഓന്റെ വല്ലിപ്പ വ്യഭിചാരം ചെയ്തിട്ടാണ് ഓന്റെ വാപ്പ ഉണ്ടായത്, വാപ്പ വ്യഭിചാരം ചെയ്തിട്ടാണ് ഓണ്ടായത്, ഓന്റെ അമ്മ വ്യഭിചാരത്തിലൂടെ പ്രസവിച്ചവനാണവൻ. ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി, അതൊന്നും നമ്മൾ പുറത്ത് തുറന്നു വിടാത്തതുകൊണ്ടാണ്, അതൊന്നും ഇപ്പൊ നമ്മൾ പുറത്തിങ്ങനെ വല്ലാതെ പറയണ്ട. ഈ അടുത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ, ആ പ്രവർത്തകൻ എന്തോ ഒരു റിപ്പോർട്ട്, മോഡിയുടെ കൂട്ടയോട്ടത്തിൽ ഇയാൾ പങ്കെടുത്തല്ലോ, അതിനെ സംബന്ധിച്ച് എന്തോ റിപ്പോർട്ട് ആ ഭാഗത്തുള്ള പത്രത്തിൽ കൊടുത്തപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ ഇയാളുടെ പ്രതികരണം എന്താ വെച്ചാല്, അല്ലെ ഇപ്പൊ സമസ്ത ഉണ്ടാക്കിയ പാങ്ങൽ അഹമ്മദ് കുട്ടൂസുകാര് പിന്നെ വെറുങ്ങൽച്ച് ചത്തുക്കല്ലേ അയാൾ പറഞ്ഞ മറുപടിയാ. തീട്ടും മൂത്തും വാരി തിന്ന് കാണ്ടല്ലേ ചത്തത് അയാൾ പറഞ്ഞ മറുപടിയാണ്. ഇവിടെ അതൊന്നും പറയിപ്പിക്കണ്ട, വെറുതെ PM അടിച്ചു കാണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കണ്ട. ഞാനതൊന്നും പറയുന്ന ആളല്ല, പക്ഷെ അതൊക്കെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുക്കലുള്ള കാര്യങ്ങളാണ്, നമുക്ക് നമ്മൾ പുറത്തു വിടുന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അല്ലേ, അപ്പൊ ബസ്സടിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തില് എന്താണ് ഈ പറഞ്ഞത്, പിന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഹുൽ 40 എന്ന് പറയുന്ന കിതാബില് അങ്ങനൊരു സംഭവമില്ല. ഇനി അവര് ഉദ്ധരിക്കുന്ന ഇബാറത്ത്, ആ ഇബാറത്ത് നമ്മളൊന്ന് പരിശോധിക്കാം. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ
ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചോ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കോ. ഇതെന്താണ് സംഭവം? ഇത് കാമിലായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കാമിലായ ആളുകളെ സംബന്ധിച്ച്, പൂർണ്ണന്മാരായ സാധാരണ നമ്മുടെയൊക്കെ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയൂല. ഒരാളോടും സഹായം ചോദിക്കാതെ അള്ളാഹുവിനോട് മാത്രം നമ്മളെ കാര്യങ്ങൾ അപേക്ഷിച്ചിട്ട് വേറെന്തും, ഇപ്പൊ രാവിലെ സുബീക്കാൻ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം ഭാര്യയോട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ വേണ്ടി പോലും നീ ആവശ്യപ്പെടണ്ട. അതാ റസൂലുള്ള പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ അടുക്കൽ വന്ന 10 താഴെ വരുന്ന ഏതാനും സ്വഹാബിമാരോട് നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണ്, ലാ തസ്അലിന്നാസ ശൈആ, ജനങ്ങളോട് നീ ഒന്നും തന്നെ ചോദിക്കരുത്. ലാ തസ്അലുന്നാസ ശൈആ, ജനങ്ങളോട് ഒന്നും ചോദിക്കേണ്ട, എല്ലാം അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി. 10 താഴെ വരുന്ന ഏതാനും സഹാബിമാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്നിട്ട് ഇതിൽ പറയാണ്, ഫലഖദ് റഅയ്തു ബഅദ ഉലൈക നഫർ യസ്ഖുതു സൗതു അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹു. അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള വടിയോ ചാട്ടവാറോ തൂവാലയോ നിലത്തേക്ക് വീണാൽ പോലും അത് മറ്റൊരാളോട് എടുത്തു തരാൻ വേണ്ടി അവർ ആവശ്യപ്പെടാറില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ അവരോട് പ്രത്യേകമായി കൊടുത്ത നിർദ്ദേശം എന്താണ്? അതന്നെ നമ്മൾ അബൂ മാഹിർ അടിച്ച തന്നെ, ഫഖദ് റഅയ്തു ബഅദ ഉലൈക നഫർ യസ്ഖുതു സൗതു മിൻ യദി ഫലാ യഖൂലു ലി അഹദിൻ നാവിൽനി ഇയ്യാഹു. അതെടുത്തു താ എന്ന് അവർ പറയാറില്ല. അത്രമാത്രം തവക്കുലിൽ ജീവിച്ചവർ. മഹാനായിരിക്കുന്ന അബൂ ഹംസത്തൽ ഖുറാസാനി റളിയല്ലാഹു തആല അൻഹു പൊട്ടക്കിണറ്റിൽ വീണു. ആ സന്ദർഭത്തിൽ വഴിയാത്രക്കാരായ ആളുകൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവരോട് എന്നെ ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അദ്ദേഹം വിളിച്ചു ചോദിച്ചില്ല. അള്ള കാണുന്നുണ്ടല്ലോ, പടച്ചോൻ എന്തേലും ചെയ്തോളും, പടച്ചോൻ ഇവിടെ തന്നെ കടന്ന് മരിക്കണമെന്നാണോ തീരുമാനിച്ചത്, ഞാൻ ഇവിടെ തന്നെ കടന്ന് മരിച്ചോളാം. അങ്ങനെ പിന്നീട് ആ പൊട്ടക്കിണറ്റിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്. വഴിയാത്രക്കാരായ ചില ആളുകൾ ഈ കിണറിന്റെ ദുരവസ്ഥ കണ്ടപ്പോൾ ഇതിലാരും അകപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ മുകൾ ഭാഗം എന്താക്കി, അതിന്റെ മുകളിൽ ചില പലകകളൊക്കെ വെച്ചിട്ട് ആ കിണറിന്റെ മുഖം അടച്ചു. എന്നിട്ട് പോലും അദ്ദേഹം വിളിച്ചു പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു സിംഹം അതിന്റെ കാല് കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്തത്. അപ്പൊ ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന് പറയുന്ന ആ ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്ന മഹാന്മാരായ ചില ആളുകളുടെ അവർക്ക് നൽകിയ ഒരു നിർദ്ദേശത്തെ, അതും ഇവരീ പറയുന്ന ഇസ്തിഗാസയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊടുക്കുന്നൊരു ഇബാറത്തുണ്ട്. ആ ഇബാറത്തിലും എന്ത് പറഞ്ഞിട്ടില്ല? അഭൗതികമായത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം, ഭൗതികമായത് പടപ്പുകളോടും ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നാഴികക്കു 40 വട്ടം പറഞ്ഞുകൊണ്ട് ഗീബൽസിയൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഒരു നുണ 1000 വട്ടം ആവർത്തിച്ചാൽ ജനങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കുമല്ലോ എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊടുക്കുന്ന ഇബാറത്ത് ഏതാണ്? സുമ്മ ഇൻകാരത്തിൽ ഹാജത്തു التي يسألها لم تجري العادة بجريانها على أيدي خلقه كطلب الهداية والعلم والفهم في القرآن والسنة وشفاء المرض وحصول العافية من بلاء الدنيا وعذاب الآخرة. സാധാരണഗതിയിൽ പടപ്പുകളുടെ കൈകളിലൂടെ നടക്കാത്ത കാര്യങ്ങൾ, ഏതുപോലെ ഇപ്പൊ സന്മാർഗം, വിജ്ഞാനം, ഖുർആനിലെ പാണ്ഡിത്യം, ഹദീസിലെ പാണ്ഡിത്യം, രോഗശമനം, അതുപോലെ തന്നെ ആരോഗ്യലബ്ധി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുസീബത്തിൽ നിന്നും അദാബിൽ നിന്നും രക്ഷ പോലുള്ള കാര്യങ്ങൾ സഅല റബ്ബഹു ദാലിക, അത് റബ്ബിനോട് ചോദിക്കണം. അതേസമയം വഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹാ ലാ ഐദി ഖൽഖിഹി കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബി അസ്ഹാബിൽ ഹിറഫി വസ്സനാഇ വഉലാത്തിൽ ഉമൂർ. സാധാരണഗതിയിൽ പടപ്പുകളുടെ കൈകളിലൂടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, അതേതുപോലെ ഇപ്പോ തൊഴിലാളികൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ
നിർമ്മാതാക്കളിലൂടെ, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരിലൂടെ നടക്കുന്ന കാര്യങ്ങൾ, ഭരണാധികാരികളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. കണ്ടോ, അബൂമാഹിർ അടിച്ച ഇബാറത്തിൽ കാണാം സഅലല്ലാഹ തആല, അതും അള്ളാഹിനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? സൃഷ്ടികളോട് ചോദിക്കണ്ടെന്നാ, പടപ്പുകളോട് ചോദിക്കണ്ട, അതും അള്ളാഹിനോട് ചോദിക്കണം എന്നാ. മുജാഹിദുകൾ ആ ഭാഗം വായിക്കൂല, ആദ്യ ഭാഗം വായിച്ചിട്ട് മറ്റ് അഭൗതിക കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അഭൗതിക മാർഗങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാണെന്നാണ് നേവിമാം പറയുന്നത്. യഥാർത്ഥത്തിൽ നേവിമാമിന്റെ ഷർഹിൽ അങ്ങനെ ഒരു ഇബാറത്തില്ല. ഇനി നേവിമാമിന് അങ്ങനെ ഒരു ഇബാറത്ത് ഉള്ള വല്ല ഷർഹും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാം. ഞാൻ എന്റെ ചെറിയ പഠനത്തിൽ അത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഉണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ആ ഇബാറത്തിൽ എന്തിരിക്കുന്നു? ഒന്നും ഇരിക്കുന്നില്ല. സാധാരണമാവട്ടെ അസാധാരണമാവട്ടെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ആ നിലവാരത്തിലെത്തിയ ആളുകളുണ്ട്. അവരെ പറ്റി മഹാന്മാരായ ഔലിയാക്കളെ പോലുള്ള മഹാന്മാര് അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു നിർദ്ദേശത്തെ സാധാരണ നമ്മുടെ ഇടയിലുള്ള വ്യവഹാരത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നുകൊണ്ട് ഭൗതികം സൃഷ്ടികളോടും അഭൗതികം അള്ളാഹുവിനോടും ഇതെവിടുന്ന് കിട്ടി? ഇങ്ങനെ ഒരു വിശദീകരണം ഒരു കിതാബിലുമില്ല. എല്ലാം അള്ളാഹിനോട് ചോദിക്കണം എന്നാണ്. ഇതിൽ ഭൗതികം അഭൗതികം എന്നൊരു വ്യത്യാസം അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം അള്ളാഹുവിനോട്. സാധാരണ പടപ്പുകളുടെ കൈകളിലൂടെ നടക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനോട്, സാധാരണ പടപ്പുകളുടെ കാര്യങ്ങളിലൂടെ നടക്കാത്ത കാര്യങ്ങളും അള്ളാഹുവിനോട്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ നിലയ്ക്ക് ജീവിക്കാൻ ഇവിടുത്തെ മുജാഹിദുകൾക്ക് കഴിയോ? ഇത് പറയുന്ന മുജാഹിദുകൾക്കോ വഹാബികൾക്കോ കഴിയോ? എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. ഒരു വഹാബി മറ്റേ വഹാബിനോട് എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു ശിഷ്യൻ തന്റെ ഗുരുനാഥനോട് എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് എന്തെല്ലാം ചോദിക്കുന്നുണ്ട്. അയൽവാസി തന്റെ അടുത്ത വീട്ടുകാരനോട് ചോദിക്കുന്നില്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ ചോദിക്കുന്നില്ലേ? ഇതെല്ലാം ശിർക്കാണെന്ന് പറയാൻ പറ്റുമോ ഈ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ? അപ്പൊ ഇബാറത്തിൽ എന്താ പറഞ്ഞത്? ഹദീസിൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇതൊന്നും മനസ്സിലാക്കാതെ തോന്നിവാസം പറയാൻ വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ ദീനിനെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇവരോട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഇബാറത്തിനെയും ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു തന്റെ ലോകപ്രസിദ്ധമായ തഫ്സീറിൽ, ആ തഫ്സീറിൽ എന്ത് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഏതാണ് ആയത്ത്? ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഏതാണ് ആയത്ത്? സൂറത്തുൽ അംഫാലിന്റെ 62-ാമത്തെ ആയത്താണ്. അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് പതിവാക്കപ്പെട്ടതും അറിയപ്പെട്ടതുമായ കാരണങ്ങളിലൂടെ. ഉദാഹരണം പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബത്തിന്റെ ഒരു വലിയ അനുയായ വൃന്ദത്തെ തന്നെ സംവിധാനിച്ചു കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായ സെറ്റപ്പ് റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകി. അത് സാധാരണ അറിയപ്പെട്ട ഒരു കാരണത്തിലൂടെയുള്ള സഹായമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാത്ത രൂപത്തിലൂടെയുള്ള സഹായവും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി അബൂജഹൽ വന്നു. ആ സന്ദർഭത്തിൽ അബൂജഹലിനെ ഏതോ ഒരു ഭീകരമായ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിച്ചു. ഇത് നമ്മുടെ ദൃഷ്ടിയിലൊന്നും കാണാത്ത ഒരു മറഞ്ഞ മാർഗത്തിലുള്ള ഒരു ബാത്തിനായ സബബാണ്. ഇത് രണ്ടും സബബാണ്, രണ്ടും കാരണമാണ്. ഒന്ന് ലാഹിറായ സബബാണ്, ഒന്ന് ബാത്തിനായ സബബാണ്. ഇത് രണ്ടും സംവിധാനിക്കുന്നത് അള്ളാഹുവാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ശക്തിപ്പെടുത്തിയത് രണ്ട് സബബിലൂടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ആന്തരികമായ സബബാണ്, ഒന്ന് ബാഹ്യമായ സബബാണ്. അൽ അസ്ബാബുൽ ബാത്തിന എന്നാണ് ഒരു സഹായം, മറ്റേത് അൽ അസ്ബാബുൽ ലാഹിറ, ബാഹ്യമായ സബബ് എന്നാണ്. ഇങ്ങനെ രണ്ട് സബബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ രണ്ട് സഹായവും അള്ളാഹുവിന്റേതാണ്. ഇതാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞത്. ഇവിടെ എവിടെയാണ് എന്റെ സഹോദരങ്ങളെ? ഞാൻ സർവ്വ മുജാഹിദുകളെ ഇപ്പൊ സഹോദരങ്ങളെ എന്നാ വിളിക്കുന്നത്. എന്നാലെങ്കിലും അവർക്കിതൊന്ന് മനസ്സിൽ കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
എന്നാലെങ്കിലും അവരുടെ മനസ്സിലൊന്ന് കയറാണെങ്കിൽ നമ്മൾ അവർക്കൊരു ഹിദായത്ത് കൊടുത്തു എന്നത്, നമുക്ക് നമ്മളെ കാരണത്താൽ അവർക്കൊരു ഹിദായത്ത് കിട്ടിയാലോ എന്നുള്ള ആ ഒരു നിലക്കാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ. ഇതിലെവിടെയാണ് അഭൗതികമായത് അള്ളാഹുവിനോട് ചോദിക്കണമെന്നും ഭൗതികമായത് അത് പടപ്പാളോട് ചോദിക്കാനുള്ളതാണെന്നും എന്ന് എവിടെ റാസിയിൽ പറഞ്ഞത്? എവിടെയെങ്കിലും പറഞ്ഞോ? അപ്പൊ ഇമാം ഫഖ്റുദ്ദീനുർ റാസിയുടെ ഇബാറത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇമാം നവവിയുടേതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന ഇബാറത്തിൽ ഒന്നും തന്നെ അഭൗതികം അള്ളാഹുവിനോട് ഭൗതികം പടപ്പുകളോട് എന്ന നിലക്കുള്ള ഒരു വിശദീകരണവും ഒരു സ്ഥലത്തുമില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിദായത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹിദായത്ത് ചോദിക്കാൻ പറ്റുമോ? പറ്റൂലേ? ജീവിച്ചിരുന്നാലും വേണ്ടില്ല, മരിച്ചുപോയാലും വേണ്ടില്ല. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ ഹിദായത്ത് ചോദിക്കാൻ പറ്റുള്ളൂ എന്ന്. അതാണ് മംഗലാപുരം സംവാദത്തിൽ അവർ ചോദിച്ചത്, മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ഹിദായത്ത് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞു ഹിദായത്തിന് നിങ്ങൾ എന്താണ്, നമ്മളെന്ത് വിവക്ഷയാണ് നൽകുന്നത്? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഖൽഖുൽ ഇഹ്തിദാ എന്നർത്ഥമുണ്ട്, അഥവാ സന്മാർഗത്തെ പടക്കുക. ഈ അർത്ഥപ്രകാരമുള്ള ഹിദായത്ത് പടച്ച തമ്പുരാനിൽ നിന്നും അത്രമേ ലഭിക്കുകയുള്ളൂ. അതേ സമയത്ത് അത്തസബ്ബുബു ഫിൽ ഹിദായത്തി, ഹിദായത്തിന്റെ വിഷയത്തിൽ ഒരു മാർഗമായി നിലകൊള്ളുക എന്നതാണ് ഉദ്ദേശമെങ്കിലോ ആ അർത്ഥത്തിലാണെങ്കിൽ അത് പ്രവാചകന്മാർക്കു ചെയ്യാം എന്നല്ല എനിക്കു കഴിയും. എനിക്കൊരാളെ ഹിദായത്താക്കാൻ ചിലപ്പോൾ സാധിക്കാം, നിങ്ങൾക്ക് സാധിക്കാം. ആ അർത്ഥത്തിൽ എന്നെ ഹിദായത്താക്കണേ എന്ന് പറയാം. അത് അറബിയിലായതുകൊണ്ട് ശിർക്ക്, മലയാളത്തിലായതുകൊണ്ട് തൗഹീദ് അങ്ങനെയാവോ? ഭാഷ മാറുന്നതിനനുസരിച്ചാണോ തൗഹീദും ശിർക്കും വരുന്നത്? പ്രവാചകന്മാരോട് നേരിട്ട് ഹിദായത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ ആളുകള്. പ്രവാചകന്മാരോട് നേരിട്ട് ഇഹ്ദിന അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഹ്ദിന ഇലാ സവാഇസ് സിറാത്ത് വഹ്ദിന ഇലാ സവാഇസ് സിറാത്ത്. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ മുസ്തഖീമായ സിറാത്തിലേക്ക് ഹിദായത്താക്കണേ. അവിടെ അള്ളാഹുവിനോടാകുമ്പോൾ അവിടുത്തെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിദായത്തിന്റെ ഖൽഖ് നിർവഹിച്ചു തരണേ എന്നുള്ള അർത്ഥത്തിലാണ്. അതേ സമയത്ത് അതേ വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, പ്രവാചകനോട് അനുയായികൾ അപേക്ഷിച്ചൊരു അപേക്ഷ. എന്താണ് അപേക്ഷ? വഹ്ദിന ഇലാ സവാഇസ് സിറാത്ത്, മുസ്തഖീമായ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്ത് കാണിക്കണേ നബിയേ. വിശുദ്ധ ഖുർആൻ പറയാം വഹ്ദിന ഇലാ സവാഇസ് സിറാത്ത്, നബിയേ മുസ്തഖീമായ ചൊവ്വായ നേരായ വഴിയിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹിനോട് പറയുന്നു, അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് പ്രവാചകനോടും പറയുന്നു. എന്താ വ്യത്യാസം? ഒന്ന് അഭൗതികം, ഇത് ഭൗതികം. ആര് പറഞ്ഞു? ഈ വഹാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MT താരിം ഉസ്താദ് മൈക്ക് പോയിട്ടുണ്ട്. MT താരിം ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നെറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവും. MT താരിം ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ബിദഈകളുടെ ഒക്കെ നെഞ്ചത്ത് തന്നെ ആണിക്കല്ലടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഇവരുടെയൊക്കെ സ്ഥിരം പല്ലവി, മുജാഹിദുകളുടെ വേദിയിലൊക്കെ സ്ഥിരം ആളുകളെ ഓക്കെ സാധാരണഗതിയിലുള്ള പാവപ്പെട്ട ആളുകളെ മലയാളം വാക്ക് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് പല സമയങ്ങളിലും തടിയൂരാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഹാബികൾ, അവരുടെ സ്ഥിരം പ്രയോഗമായ ഭൗതികം അഭൗതികം, മറഞ്ഞ മാർഗം, പിന്നെന്താ മറയാത്ത മാർഗം എന്നൊക്കെ പലപ്പോഴും ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന ബിദഈകളുടെ പൊള്ളത്തരം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തു വരണം.
ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റീസെൻഡ് ചെയ്തു തരണം ഇൻഷാ അല്ലാഹ്. സ്നേഹപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അതിന്റെ ഇടയിൽ അറിയാതെ നമ്മള് കണക്ട് അഭൗതികമായിട്ടാണോ ഭൗതികമായിട്ടാണോ എന്നറിയില്ല, ഏതായാലും നമ്മള് ഡിസ്കണക്ട് ആയി പോയി. അപ്പൊ തിരിച്ചു വരാനും വേണ്ടി സാധിച്ചു. ഈ തിരിച്ചു വന്നതും അഭൗതികമാണോ ഭൗതികമാണോ? അതിന് ഭൗതികം എന്നും പറയാം അഭൗതികം എന്നും പറയാം. ഒരു പേടിയും പേടിച്ചണ്ട. ആരാണെന്ന് ഒന്ന് ഭൗതികം മറ്റേത് അഭൗതികം എന്ന് ആരുണ്ടാക്കിയതാണ്? ഈ ദുർഭൂതം ഇവിടെ ഈ ദുർഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തുവിട്ട വഹാബികൾ മറുപടി പറയേണ്ടതാണ്. ഇതൊക്കെ ആരാണ് ഈ പറഞ്ഞുണ്ടാക്കിയത്? ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഇത് പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി വന്ന ഈ ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. സമയം ഒരുപാട് നീണ്ടിട്ടുണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏതാനും ചില സാമ്പിളുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഹിദായത്ത്. വിശുദ്ധ ഖുർആനിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു പ്രവാചകനോട് അനുയായികൾ പറഞ്ഞു വഹ്ദിന ഇലാ സവാഇ സിറാത്ത്. രണ്ടും ഒരേ സ്പെല്ലിംഗിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ എവിടെയാണ് വ്യത്യാസം? അപേക്ഷിക്കപ്പെടുന്നവനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലാണ് വ്യത്യാസം. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഹിദായത്ത് ഫാത്തിഹ സൂറയിൽ അപേക്ഷിക്കുന്നത് അള്ളാഹുവിനോടാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശ്യം ഖൽഖുൽ ഇഹ്തിദാ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് പടച്ചു തരണേ. അതേസമയത്ത് പ്രവാചകനോട് വഹ്ദിന ഇലാ സവാഇ സിറാത്ത് എന്ന് അപേക്ഷിക്കുമ്പോൾ ഹിദായത്ത് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗക്കാരനായി നിലകൊള്ളണേ. അതാ വ്യത്യാസം. ഒരു മുവഹിദായ ഏകദൈവ വിശ്വാസിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൃത്യമായി അംഗീകരിക്കുന്ന ഏതൊരു മനുഷ്യനും ആ രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കിയ മാതിരിയല്ല. ഒന്ന് അഭൗതികം മറ്റേത് ഭൗതികം. സർവ മുജാഹിദുകൾ ഈ പൊട്ടപ്പോയത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഇവരിത് തിരുത്തൂല. ഈ പൊട്ടപ്പോയത്തരം പറഞ്ഞിട്ടാണ് ഇന്നും എന്നും അന്നും ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവിനോട് ദുആർക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിക്കുകയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളുടെ റബ്ബേ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ മറവി സംഭവിച്ചാൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതേ സ്പെല്ലിങ്ങിലൂടെ സൂറത്തു കഹ്ഫിൽ പറയുന്ന ഒരു വാക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹിസ്സലാം ഖദർ അലിഹിസ്സലാമിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലാ തുആഖിദ്നി ബിമാ നസീതു. സ്പെല്ലിംഗിൽ വലിയ മാറ്റമൊന്നുമില്ല. മൂസാ നബി പറ ലാ തുആഖിദ്നി ബിമാ നസീതു. സ്പെല്ലിംഗിൽ എന്താ മാറ്റം? എന്റെ മറവിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ. പക്ഷേ ഒന്ന് ഖദർ നബിയോടാണ്, അതേ സമയത്ത് അൽ ബഖറയിലുള്ളത് അള്ളാഹുവിനോടാണ്. ചോദിക്കപ്പെടുന്നവരെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റമാണ് അതിലുള്ളത്. സ്പെല്ലിംഗിൽ യോജിച്ചതുകൊണ്ട് ഒന്ന് ശിർക്കും മറ്റേത് തൗഹീദുമാകുന്നില്ല. സ്പെല്ലിംഗ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ബാഹ്യമായ അതിന്റെ വാക്ക് നോക്കിയിട്ടല്ല തൗഹീദും ശിർക്കും പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്ന് അഭൗതികം മറ്റേത് ഭൗതികം എന്നത് നോക്കിയിട്ടുമല്ല. അത് തെറ്റാണ്. ആ വിശദീകരണം കടുത്ത തെറ്റാണത്. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഹദീസിൽ അല്ലാഹുവിനോട് നടത്തേണ്ടുന്ന ദുആ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ത്വഹിർനി, അല്ലാഹുവേ എന്നെ നീ ശുദ്ധീകരിക്കണേ. അതേ ലഫ്ദ് അല്ലാഹുമ്മ എന്നുള്ളതാണ് മാറ്റിയിട്ട് സ്വഹാബിമാർ റസൂലുള്ളാഹിനോട് പറയാണ് യാ റസൂലല്ലാഹ് ത്വഹിർനി. എന്താ വ്യത്യാസം? റസൂലേ എന്നെ ശുദ്ധീകരിക്കണേ. മറ്റൊരു ഹദീസിലുള്ളത് അല്ലാഹുമ്മ ത്വഹിർനി, അല്ലാഹുവേ എന്നെ ശുദ്ധീകരിക്കണേ. എന്താ തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിനോടാകുമ്പോൾ അള്ളാഹു ശുദ്ധീകരണത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥനാണ് എന്ന വിശ്വാസമാണുള്ളത്.
നബിയോടാകുമ്പോൾ നബി ശുദ്ധീകരണത്തിന്റെ ഒരു മാധ്യമം മാത്രമാണ് എന്നുള്ള വിശ്വാസമാണുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാതെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ഉള്ള അതിന്റെ സമാനതകളല്ല നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് മുജാഹിദുകൾക്ക് അടിപതറിയത്. അവരുടെ ഭൗതികതയുടെയും അഭൗതികതയുടെയും ഈ വഴിപിഴച്ച അവരുടെ വിശദീകരണം ഇവിടെയാണ് അടിപതറിയിട്ടുള്ളത്. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇദാ ഖറഅത ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പഠിപ്പിക്കാൻ. റജീമായ ശൈത്താനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്നാൽ സഹാബിമാർ പറയാണ് അഊദു ബിറസൂലില്ലാഹ്, അഊദു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ഇസ്തിആദത്ത് ചെയ്യുന്നു, കാവൽ ചോദിക്കുന്നു. ഇവിടെ റസൂലിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ശിർക്കാണോ? ആണെങ്കിൽ അത് എങ്ങനെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉണ്ടാവുക? അഊദു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അഊദു ബിറസൂലില്ലാഹ്. ഒരു സഹാബി പറയാണ് അഊദു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു നീ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ല. അല്ലാഹുവിന്റെ കാവൽ എന്ന് പറയുന്നത് അതിന്റെ സാക്ഷാൽ ഉടമസ്ഥത എന്നുള്ള അടിസ്ഥാനത്തിലാണ്. റസൂലിന്റെ കാവൽ എന്ന് പറയുന്നത് അല്ലാഹു സംവിധാനിക്കുന്ന കാവലിന്റെ മധ്യസ്ഥത എന്ന അർത്ഥത്തിലാണ്. ഈ രണ്ട് വിശ്വാസത്തിന്റെ ഈ വ്യത്യാസം മനസ്സിലാകാത്ത ഒരു കൊച്ചു കുട്ടി നമ്മുടെ നാട്ടിലുണ്ടോ? വകതിരിവുള്ള കുട്ടികൾക്ക് പോലും അറിയാം ഇതാണത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. പക്ഷേ ആർക്കറിയുന്നില്ല? ഇവിടുത്തെ മുജാഹിദുകൾക്കോ ജമാഅത്തുകാർക്കോ മൗദൂ അല്ലെങ്കിൽ തബ്ലീഗുകാർക്കോ അറിയുന്നില്ല. തബ്ലീഗുകാരൻ അവരുടെ ഖുർആൻ പരിഭാഷയിൽ കൃത്യമായി പറഞ്ഞു അഭൗതികം അല്ലാഹുവിന്, ഭൗതികം സൃഷ്ടികളോട്. ഞാൻ ചോദിക്കട്ടെ, തബ്ലീഗുകാരന് ഈ വിവേചനം എവിടുന്ന് കിട്ടി? അവർക്ക് കിട്ടിയത് വഹാബികളിൽ നിന്നാണ്. വഹാബികൾക്ക് എവിടുന്ന് കിട്ടി? അവർക്ക് കിട്ടിയത് അവരുടെ ദേഹേച്ഛയിൽ നിന്നാണ്. ഇതാണ് മാറ്റം. സാധാരണ നമ്മൾ പറയാണ്ട് അല്ലാഹു അഅലമു എന്ന് പറയാണ്ട്, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. എത്രയോ ഹദീസുകളിൽ കാണാം അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു റസൂലും ആണ് ഏറ്റവും അഅലം എന്ന്. സുന്നീസം എത്തിയിട്ടുണ്ടല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇങ്ങനെ ചുരുക്കത്തിൽ ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം ഭൗതികവും അഭൗതികവുമല്ല. ഈ ഭൗതികവും അഭൗതികവും അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം ഇപ്പുറം, അതല്ലെങ്കിൽ അദൃശ്യം ദൃശ്യം, അതല്ലെങ്കിൽ നമുക്കറിയുന്നത് അറിയാത്തത്, മറഞ്ഞത് തെളിഞ്ഞത്, ഈ രൂപത്തിൽ തൗഹീദും ശിർക്കും വിശദീകരിക്കുന്ന ഏർപ്പാട് എന്ന് പറയുന്നത് 1200-കൾക്ക് ഹിജ്റ 1200-കൾക്ക് ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തുടങ്ങി വെച്ചതും ഇന്ന് വിവരം കെട്ട മുജാഹിദുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ആശയമാണ്. ഈ ആശയം തനി വങ്കത്തമാണ്, അത് നിരർത്ഥകമാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ്, വിശുദ്ധ ഖുർആനിനെതിരാണ്, ഹദീസുകൾക്കെതിരാണ്, ഇസ്ലാമിക പാരമ്പര്യത്തിനെതിരാണ്, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന വഹാബികൾ എവിടെ പയച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഒരാൾ ചോദിക്കാണ് വഹാബികൾ എവിടെയാ പയച്ചത്? ഒരുപാട് മറുപടികൾ നമുക്ക് പറയാം. 100 മറുപടികൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പറയേണ്ട മറുപടി ഇത് മാത്രമാണ്. എന്താണ് പിഴച്ചത്? ഭൗതികം അഭൗതികം എന്നുള്ള ദുർബോധത്തെ പുറത്തു വിട്ടുകൊണ്ട് തൗഹീദും ശിർക്കും വിശദീകരിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അബദ്ധം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ നൗഷാദ് സാഹിബൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ മുതലക്കുളത്ത് നടക്കുന്ന 21-ാം തീയതിയിലുള്ള ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നൗഷാദ് സാഹിബിൽ നിന്ന് നേരത്തെ ഒരു ക്ലിപ്പ് കേൾക്കാൻ സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അത് കേട്ടത്. കണ്ണൂർ ജില്ലയില് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം. അതായത് ഒരു നാട്ടില് ഖാദിയെ നിയമിക്കേണ്ടത് എന്ന് പറയുന്നത് ആർക്കാണ് അതിന്റെ അധികാരം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖാദിയെ നിയമിക്കേണ്ടത് ആരാണ്? നിയമിച്ച ഖാദി എപ്പോഴൊക്കെയാണ് ഖാദി സ്ഥാനത്തിൽ നിന്ന് മാറുക? ഒരു നാട്ടിൽ എത്ര ഖാദിമാരാവാം? ഇവിടെ വളരെ കൃത്യമായി
ഖാദിമാരെ നിയമിക്കുന്നത് ആരാണ്? കൃത്യമായി ഖാദിമാരെ നിയമിക്കുന്നത് ആരാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ കാളികണ്ഠം സംവാദം നടക്കുന്ന സന്ദർഭത്തിലുള്ള വിവാദം എന്തായിരുന്നു? തിരൂരങ്ങാടി എന്ന് പറയുന്ന മഹല്ലിലുള്ള അബ്ദുറഹ്മാൻ മഖ്ദൂമി മരിച്ചുപോയതിനു ശേഷം പിന്നീട് തിരൂരങ്ങാടി എന്ന് പറയുന്ന പഴയ പള്ളിയിൽ നിയമിക്കപ്പെട്ട അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, അദ്ദേഹം ആദ്യകാലത്ത് തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ വിശാലമായി പല പരിസര നാടുകളും ചേർത്തിക്കൊണ്ടുള്ള വിശാലമായ ഒരു പ്രദേശമായിരുന്നു തിരൂരങ്ങാടി. പിൽക്കാലത്ത് തിരൂരങ്ങാടി എന്ന് പറയുന്ന ആ മഹല്ലിൽ നിന്ന് ഒരുപാട് മഹല്ലുകൾ വേറിട്ട് സ്വതന്ത്ര മഹല്ലുകളായി മാറി. അങ്ങനെ സ്വതന്ത്ര മഹല്ലുകളായി മാറിയതിനു ശേഷം പിന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ആ ചെറിയ മഹല്ലിൽ ആ മഹല്ലത്തുകാർ മാത്രം നിയമിക്കുന്ന ഖാദി വേർപെട്ടുപോയ സ്വതന്ത്ര മഹല്ലുകൾക്ക് ബാധകമാണോ? അല്ലേ? ബാധകമല്ല എന്ന് നമ്മളും പഴയ കാലത്തൊക്കെ അവരിതിൽപ്പെട്ടതല്ലേ, അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് ഏൽപ്പിക്കാരും. അതല്ലേ അന്നത്തെ സംവാദത്തിന്റെ കാതൽ. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലുള്ള തിരുനാവായക്കടുത്തുള്ള എടക്കുളം എന്ന് പറയുന്ന മഹല്ലിൽ മഹാനായിരിക്കുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായിരിക്കെ തന്നെ ആ മഹല്ലിൽ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയെ അവർ ഖാദിയാക്കി. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയെ ഖാദിയാക്കി. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പക്ഷെ ഒരു ക്ലിപ്പ് കേട്ടപ്പോ ചൗഷാദ് സാഹിബിൽ നിന്ന് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ക്ലിപ്പ് കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു വിഷയമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായിരിക്കെ തന്നെ പ്രസ്തുത മഹല്ലിൽ ഇവർ ഇബ്രാഹിമുൽ ഖലീൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എം ടി ദാരിമി ഉസ്താദ് വീണ്ടും പിന്നെ മൈക്ക് പോയെന്ന് തോന്നുന്നു. എം ടി ദാരിമി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ടി ദാരിമി ഉസ്താദ് പക്ഷേ പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് എം ടി ദാരിമി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഒന്ന് ബൗൺസ് ചെയ്ത് കൊടുക്കും ഉസ്താദിനെ. പക്ഷെ നെറ്റ് സെറ്റർ പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും പിന്നെ കിതാബ് എടുക്കാനോ എന്തിനൊക്കെ പെട്ടെന്ന് തിരിഞ്ഞ സമയത്ത് നെറ്റ് സെറ്റർ പിന്നെ പ്രോബ്ലം അതാവും എനിക്ക് തോന്നണം. ഏതായാലും പിന്നെ തിരിച്ചിരുന്ന് പ്രതീക്ഷ ഇൻഷാ അല്ലാഹ് ഇതിനുശേഷം ബഹുമാനപ്പെട്ട അച്ചുർഫലി ഉസ്താദ് അവരുടെ അവലോകനം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടിയുണ്ട്. ഒന്ന് ഉസ്താദിനൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല DC ആയത്. ഓക്കെ, ശബ്ദം കേൾക്കുന്നില്ലേ? എം ടി ദാരിമി ശബ്ദം കേൾക്കുന്നില്ലേ? എം ടി ദാരിമി ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? റൂമിൽ കയറുന്നത് കണ്ടു. റൂമിൽ കയറുന്നത് കൊണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. റിസൈൻ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അന്ന് ആ കാളികണ്ഠം സംവാദം നടക്കുന്ന കാലഘട്ടത്തിൽ, അതിപ്പോ 5-6 വർഷമായി, അന്ന് എടക്കുളം എന്ന് പറയുന്ന മഹല്ലിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായിരുന്നു. ആ ഖാദിയായ സമയത്തു തന്നെ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി അവിടെ ഖാദി സ്ഥാനം ഏറ്റെടുത്തു. നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണത്. എന്റെ അടുക്കൽ അതിന്റെ പത്ര കട്ടിങ് വരെ ഉണ്ട്. സിറാജ് ദിനപത്രത്തിന്റെ കട്ടിങ് ഞാൻ അന്ന് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിച്ച നമ്മുടെ തെളിവുകളിലും കുറിപ്പുകളിലും അത് ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല എടക്കുളം മഹല്ല് കമ്മിറ്റിയുടെ മഹല്ല് ബൈലോ അടക്കം ഇപ്പോൾ എന്റെ കൈവശം, ഇപ്പോൾ ഞാൻ തുറന്ന എന്റെ പഴയ രേഖകൾ ഞാൻ മറിച്ചു നോക്കുമ്പോൾ ആ എടക്കുളം മഹല്ലിന്റെ ബൈലോ അടക്കം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അവിടെ എങ്ങനെയാണ് ഖാദിയെ നിയമിക്കേണ്ടത്, ആരാണ് നിയമിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് പോലും മറ്റേ ആളെ ഖാദിയാക്കി. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിതമായിട്ട്
വളരെ കൃത്യമായിട്ട് അധികാരം ഉള്ള ആളുകൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അധികാര പരിധിയിൽ മാത്രമായിട്ട് നിയമിക്കുന്നതും അങ്ങനെ നിയമിതനായതുമായ ഖാദിമാർ ആരാണ്? യഥാർത്ഥത്തിൽ ഇവിടെ ഖാദിസ്ഥാനം വഹിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ഈ ഉള്ളവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഖാദിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഖാദി പ്രവർത്തനങ്ങൾ എന്ന് ഈയുള്ളവന്റെ മഹല്ലിൽ നിർവഹിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. ബഹുമാനപ്പെട്ടവരുടെ എല്ലാ ഖാദി എന്ന നിലക്കുള്ള ബഹുമാനപ്പെട്ടവരുടെ അധികാരങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഈയുള്ളവനാണ് ഇപ്പോൾ അതിന്റെ ചുമതലയുള്ളത്. എങ്ങനെയാണ് ആ ചുമതല ഉണ്ടായത്? ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഈ മഹല്ലത്തുകാർ ഇവിടുത്തെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാകുന്ന ജനറൽ ബോഡി, ആ ജനറൽ ബോഡി ഈ മഹല്ലിന്റെ മതപരവും മറ്റുമുള്ളത് ഭരണപരവുമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹല്ല് കമ്മിറ്റി, ആ മഹല്ല് കമ്മിറ്റി അവർ ബഹുമാനപ്പെട്ടവരെ ഖാദിയായിട്ട് വാഴിക്കുകയായിരുന്നു. അതിനുശേഷം ഈയുള്ളവൻ ഈ മഹല്ലിൽ ജോലിയേറ്റപ്പോൾ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിക്കാർ യോഗം കൂടുകയും ആ യോഗത്തിൽ ഈയുള്ളവൻ സംബന്ധിക്കുകയും അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാകുന്ന ജനറൽ ബോഡിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ തീരുമാനപ്രകാരം അവരുടെ പ്രതിനിധികളായിട്ട് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ചെല്ലുകയും തങ്ങളവറുകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ സാധാരണ തങ്ങളവറുകൾ ഇരിക്കുന്ന ആ മേശക്കിട്ട വരാന്തണ്ട്, ആ വരാന്തയുടെ ഉള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ നിന്ന് ഇടത്തോട്ട് തെറ്റിയാലാണ് സാധാരണഗതിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുറച്ചുകൂടി ജനറൽ അല്ലാത്ത സ്പെഷ്യലായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ ആ റൂമിൽ പോലുമല്ലാതെ ബഹുമാനപ്പെട്ടവരുടെ വലത്തോട്ട് തിരിഞ്ഞാൽ കുറച്ചും കൂടി സുപ്രധാനങ്ങളായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ചുകൊണ്ട് ഈയുള്ളവനെ ബഹുമാനപ്പെട്ടവരുടെ അധികാരങ്ങളെല്ലാം നിർവഹിക്കുവാൻ വേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രത്യേകമായ വാചകം ചൊല്ലിക്കൊണ്ട് എന്നെക്കൊണ്ട് അത് കബൂൽ ചെയ്യിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിനുശേഷം ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്തുകൊണ്ട് ആണ് ഈയുള്ളവനെ അധികാരപ്പെടുത്തുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഒരു നായിബ് ഖാദിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നയുള്ളത്. പക്ഷേ ഞാൻ മഹാനവറുകളുടെ നായിബ് ഖാദിയായിട്ടുള്ളതും എന്റെ മഹല്ലിൽ മഹാനവറുകൾ ഖാദിയായിട്ടുള്ളതും കൃത്യമായ ഇസ്ലാമിന്റെ എല്ലാ ശാഫിഈ ഫിഖ്ഹിന്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ്. അത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ മഹല്ലല്ല ഞാൻ പറയുന്നു. ഓരോരുത്തരും അവനവന്റെ വീട്ടിലുള്ള കാര്യമാണല്ലോ ഏറ്റവും കൂടുതൽ. വസാഹിബുദ്ദാരി അദ്റാ ബിമാ ഫീഹാ എന്നാണ്. ഓരോ വീട്ടുകാരനും അവനായിരിക്കും അവന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാം. അപ്പൊ നിങ്ങളെ വീട്ടിലത്തെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്റെ വീട്ടിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഖാദി എന്താണ്, അതിനെ നിയമിക്കേണ്ടത് എന്താണ്, ആരാണ് നിയമിക്കേണ്ടത്, എപ്പോഴാണ് നിയമിക്കേണ്ടത്, ഒരു ഖാദി എപ്പോഴൊക്കെയാണ് ഖാദി അല്ലാതെയാവുക, ഒരു നാട്ടിൽ ഒന്നിലധികം ഖാദിമാരെ നിയമിക്കുന്നതിന്റെ മതവിധി എന്ത്, എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് തുറന്ന് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ക്ലാസ് റൂം ഒരു ദിവസം ഒരു അവസരം തരികയാണെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തമന്നി ആഗ്രഹം പുലർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് അവസരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ.